إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك أصحاب النار هم فيها خالدون. ആലി ഇമ്രാൻ 116 ആയത്ത്. ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും സത്യനിഷേധം തെരഞ്ഞെടുത്തവർ, ലൻ തുഗ്നിയ അൻഹും, അവർക്ക് പ്രയോജനപ്പെടുന്നതല്ല, അംവാലുഹും, അവരുടെ സമ്പത്ത് പ്രയോജനപ്പെടുന്നതല്ല, വലാ ഔലാദുഹും, അവരുടെ സന്താനങ്ങളും പ്രയോജനപ്പെടുന്നതല്ല, മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ പ്രയോജനപ്പെടുന്നതല്ല, ഷൈഅൻ, അല്പം പോലും പ്രയോജനപ്പെടുന്നതല്ല, വഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്, ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിൽ കാലാകാലം കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സത്യവിശ്വാസത്തിന്റെ മഹത്വവും നിഷേധത്തിന്റെ അപകടവും വളരെ ഗൗരവമാർന്ന ശൈലിയിൽ ഉണർത്തുകയാണ്. ഇന്നല്ലദീന കഫറൂ, അല്ലാഹു നൽകിയ ജീവനത്തെ, മനസ്സിനെയും മസ്തിഷ്കത്തെയും തെറ്റായ വഴിയിൽ ചെലവഴിക്കുകയും അങ്ങനെ പടച്ചവനെ നിഷേധിക്കുകയും പ്രവാചകനെ ധിക്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും, അവർക്ക് എത്ര സമ്പത്ത് കിട്ടിയാലും യാതൊരു ഗുണവുമില്ല. കാരണം ആ സമ്പത്ത് പ്രധാനപ്പെട്ട സമയത്ത് പ്രയോജനം ചെയ്യുന്നതല്ല. ഒരാളുടെ പക്കൽ ധാരാളം സമ്പത്തുണ്ട്, പക്ഷെ ആവശ്യമായ സമയത്ത് അത് ലഭിക്കുന്നില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് എന്താണ് ഗുണം? ലൻ തുഗ്നിയ അൻഹും അംവാലുഹും, അവരുടെ സമ്പത്ത് അല്പവും പ്രയോജനപ്പെടുന്നതല്ല, വലാ ഔലാദുഹും, അവരുടെ സന്താനങ്ങളും അല്പവും പ്രയോജനപ്പെടുന്നതല്ല. ഒരാളുടെ പക്കൽ പണമൊന്നുമില്ല, പക്ഷേ നല്ല സന്താനങ്ങളുണ്ട്, ആവശ്യ സമയത്ത് അവർ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലാഹു പറയുന്നു, പക്ഷേ ആ സന്താനങ്ങളും അവർക്ക് പ്രയോജനപ്പെടുന്നതല്ല. മിനല്ലാഹ്, നാളെ പരലോകത്ത് പടച്ചവന് മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോൾ പടച്ചവൻ അവർക്ക് ശിക്ഷ തീരുമാനിക്കുമ്പോൾ അവരുടെ ഒരു പണവും പണ്ടവും സന്താനങ്ങളും അവർക്ക് പ്രയോജനപ്പെടുന്നതല്ല. പരിശുദ്ധ ഖുർആനിന്റെ വേറൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്,
ഈ ലോകം മുഴുവനും അവർക്കുണ്ടെങ്കിൽ അത് മുഴുവനും അവർ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കും, പക്ഷേ സ്വീകരിക്കപ്പെടുന്നതല്ല. അതുപോലെ സ്വന്തം മക്കളെ വിളിച്ച് സ്നേഹത്തോടുകൂടി പറയും, എന്റെ പാപത്തിന്റെ ഭാരം നിങ്ങൾ അല്പം ഏറ്റെടുക്കണം, എന്നെ ഒന്ന് രക്ഷിക്കിൻ. അവർ പറയും, അച്ഛനെന്ന കാര്യം ശരിയാണ്, അമ്മ എന്ന കാര്യം ശരിയാണ്, നിങ്ങൾ ചെറുപ്പത്തിൽ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹങ്ങളും കൃപകളും ഞാൻ അംഗീകരിക്കുന്നു. മരണത്തോട് മല്ലടിച്ച് എന്നെ പ്രസവിച്ചത്, എന്നെ ശുശ്രൂഷിച്ച് വളർത്തിയത് എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ സമയത്ത് സഹായം സാധ്യമല്ല. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ. അല്പം പോലും പ്രയോജനപ്പെടുന്നതല്ല. ചെറിയൊരു സഹായം, ചെറിയൊരു സേവനം ഇല്ല, അതുമില്ല. പിന്നെ വലുതിനെപ്പറ്റി എന്ത് പറയാൻ? وَإِن تَدْعُ مُثْقَلَةٌ إِلَى حِمْلِهَا لَا يُحْمَلْ مِنْهُ شَيْءٌ وَلَوْ كَانَ ذَا قُرْبَى. ഒരു പാപത്തിന്റെ ഭാരം പോലും ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാവുകയില്ല. മറുഭാഗത്ത് സത്യവിശ്വാസികളായ ആളുകൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹുവിൽ വിശ്വാസം, ആദരവായ റസൂലിൽ വിശ്വാസം, പടച്ചവനോട് അനുസരണ, പ്രവാചകനെ പിൻപറ്റൽ, അങ്ങനെ ജീവിക്കുന്നവർക്ക് അവരുടെ കുറഞ്ഞ സമ്പത്തും പ്രയോജനപ്പെടുന്നതാണ്. അവർക്കത് ഫലപ്പെടുന്നതാണ്. കാരണം അവർ ആ സമ്പത്ത് നേർവഴിയിൽ ചെലവഴിച്ച് കാണും, ആരോഗ്യം നേരായ വഴിയിൽ ചെലവഴിച്ച് കാണും. അതിന് പകരം ഉന്നത പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ അവരുടെ സന്താനങ്ങളും അവർക്ക് പ്രയോജനപ്പെടും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മക്കൾ ചെയ്ത നന്മകൾ കാരണം മാതാപിതാക്കളുടെ സ്വർഗീയ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുന്നതാണ്. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും മക്കളെ പരിശുദ്ധ ഖുർആൻ മനനം ചെയ്യിക്കുകയും അതിനനുസരിച്ച് ജീവിപ്പിക്കുകയും ചെയ്യുമോ, അല്ലാഹു തആല അവരുടെ മാതാപിതാക്കൾക്ക് ഉയർന്ന കിരീടം നാളെ ധരിപ്പിക്കുന്നതാണ്. സൂര്യന്റെ പ്രകാശം കാണും. ഒരു വീട്ടിൽ സൂര്യൻ വന്നാൽ എത്ര പ്രകാശമുണ്ടോ അത്രമാത്രം പ്രകാശവും ഹൃദ്യതയും അനുഭവപ്പെടുന്ന കിരീടം അവർക്ക് ധരിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാകണം. ഈ ലോകത്തും ഗുണം ചെയ്യണം, നാളെ പരലോകത്തും ഗുണം ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈമാൻ ഉണ്ടാക്കിയെടുക്കലാണ്. പ്രത്യേകിച്ചും നിഷേധത്തിൽ നിന്നും മാറി നിൽക്കലാണ്. കാരണം നിഷേധിയാകുന്നവർ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നത് പോകട്ടെ, സ്വയം പോലും ഗുണം ചെയ്യാൻ സാധിക്കുന്നതല്ല. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക അസ്ഹാബുന്നാർ. അവർ നരകത്തിന്റെ ആളുകളാണ്. നിഷേധം കാണിക്കുന്ന, നന്ദികേട് കാണിക്കുന്നവരുടെ അന്ത്യസ്ഥാനം നരകമാണ്.
സത്യവിശ്വാസം മുറുകെ പിടിച്ച് നന്ദിയോടെ ജീവിക്കുന്നവന്റെ അന്ത്യസ്ഥാനം സ്വർഗമാണ്. ഈ ലോകത്തും സ്വർഗീയ ജീവിതം ലഭിക്കും, സമാധാനം, ശാന്തി, സംതൃപ്തി. നാളെ പരലോകത്തും സമുന്നതമായ സ്വർഗം ലഭിക്കും. നന്ദികേടിന്റെയും നിഷേധത്തിന്റെയും പരിണിതഫലം ഈ ലോകത്തും നരകീയമായ ബുദ്ധിമുട്ടുകളായിരിക്കും. അസ്വസ്ഥത, അതൃപ്തി, ആക്രാന്തം, എത്ര കിട്ടിയാലും മതിയാവുകയില്ല, എപ്പോഴും പരാതി, എപ്പോഴും കുറ്റം. വൗലായിക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ ആളുകളാണ്, അവരുടെ അന്ത്യം നരകത്തിലായിരിക്കും. വൗലായിക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവരാ നരകത്തിൽ കാലാകാലം കഴിയുന്നതാണ്. രാവും പകലും അവർ നരകത്തിൽ കഴിയുന്നതാണ്. ജീവിതകാലം മുഴുവനും, അവസാനമില്ലാത്ത കാലം മുഴുവനും അവർ നരകത്തിൽ കഴിയുന്നതാണ്. അപ്പുറത്ത് സ്വർഗവാസികളോ അവരും കാലാകാലം സ്വർഗത്തിലായിരിക്കും. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ, അവർ സ്വർഗത്തിൽ കാലാകാലം താമസിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗം, ഇഹത്തിലും പരത്തിലും സ്വർഗീയ ജീവനത്തിന്റെ മാർഗം. അതാകുന്നു സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം, നന്മകൾ. മറ്റൊന്ന് ഇഹത്തിലും പരത്തിലും നരകീയ ജീവിതം. ആ ജീവിതത്തിന്റെ മാർഗം അതാകുന്നു നിഷേധം, നന്ദികേട്, പാപം. ഇതിലേതാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്, എന്നിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഈ ലോകത്താണ്. നല്ല മാർഗത്തെയാണോ തിരഞ്ഞെടുക്കുന്നത്, വലിയ ഭാഗ്യമാണ്, വലിയ ലാഭമാണ്. കുല്ലുന്നാസി യഗ്ദൂ ഫബായിഉ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മൂബിഖുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുന്ന മനുഷ്യൻ അന്നത്തെ ഒരു ദിവസം വിൽക്കുകയാണ്. നന്മയുടെ വഴിയിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ തിന്മയുടെ വഴിയിൽ വിൽക്കുന്നു. ഒരു കൂട്ടം ആളുകൾ നന്മയുടെ വഴിയിൽ അതിനെ വിറ്റ് അവരുടെ ഒരു ദിവസത്തെ കൊടുത്ത് സ്വർഗം കരസ്ഥമാക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. വേറൊരു കൂട്ടം ആളുകൾ ഒരു ദിവസത്തെ തിന്മയ്ക്ക് വേണ്ടി കൊടുത്ത് നരകത്തെ കരസ്ഥമാക്കുന്നു. അള്ളാഹു നമ്മെ സ്വർഗം കരസ്ഥമാക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ.